ഗൈസ്, നമുക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വളരെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഞാൻ കഴിഞ്ഞാണ് പറഞ്ഞായിരുന്നു OnePlus 11 ആറിനേക്കാളും ഒരു ചീപ്പർ മോഡൽ OnePlus ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ OnePlus 11 ആറിനേക്കാൾ ചീപ്പർ മോഡലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ചൈനയിൽ റിലീസ് ചെയ്തെന്ന് പറഞ്ഞാൽ OnePlus Ace 2 എന്ന് പറഞ്ഞ പേരിലാണ് അവിടെ റിലീസ് ചെയ്തത്. മിക്കവാറും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ വരാൻ പോകുമ്പോഴേക്കും OnePlus Nord 3 എന്ന പേരിലായിക്കുള്ള ഇത് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയമൻസിറ്റിയുടെ 9000+ പ്രോസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. മീഡിയ ടെക്കിൻ്റെ ഏറ്റവും ഹൈ എൻഡ് പ്രോസസ്സറാണ്. അപ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ നിങ്ങൾ കിട്ടാൻ പോകുന്നത്. അതും 28,000 റുപ്പീസിലാണ് ഇത് ചൈനീസ് മാർക്കറ്റിൽ റിലീസ് ചെയ്തത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അറൗണ്ട് 30,000 നമുക്ക് ഈ ഒരു ഫോൺ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അറൗണ്ട് 30,000 ആണെങ്കിലും കൂടെ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂ ഫോർ മണിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് ഡയമൻസിറ്റിയുടെ 8200 പ്രോസസ്സറാണ് നമ്മുടെ മാർക്കറ്റിൽ അറൗണ്ട് 30,000 റുപ്പീസിന് കിട്ടുന്നത്. അതിനേക്കാളും വളരെ മികച്ച പെർഫോമൻസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഓഫർ ചെയ്യാൻ പോകണം. അതുകൂടാണ്ട് ഞങ്ങൾക്ക് 6.74 ഇഞ്ചിൻ്റെ 120 Hz 10-bit AMOLED ഡിസ്പ്ലേ, അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 1450 Hz. അതായത് നിങ്ങൾക്ക് പുറത്ത് ഔട്ട്ഡോർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കുള്ളൂ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് OnePlus ക്ലെയിം ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവരുടെ ബെസൽസ് കുറച്ചുകൂടി തിന്നറായി കൊടുക്കാൻ പോകും. ഇതിൻ്റെ ഡിസൈൻ കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ ഒരു മോഡലിൽ നമുക്ക് അലേർട്ട് സ്ലൈഡർ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നത്തിങ് ഫോൺ 2നെ കുറിച്ചാണ്. അവർ ചെറുതായിട്ട് നമുക്ക് ഹിൻറ്റ് ചെയ്തതായിരുന്നു. അവർ സ്നാപ്ഡ്രാഗണിൻ്റെ 8 സീരീസിൻ്റെ പ്രോസസ്സർ ആയിക്കോളും അവർ യൂസ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു കോൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen 1 പ്രോസസ്സറാണ് ഇവർ ഈ ഒരു പുതിയ മോഡലിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോൺഫർമേഷൻ തന്നത് നമുക്ക് നത്തിങ് അല്ല, കോൾകോമിൻ്റെ വളരെ ഒരു ഹൈ ലെവൽ എക്സിക്യൂട്ടീവ് ആണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവർ നത്തിങ്ങിനെ കൺഗ്രാജുലേറ്റ് ചെയ്തില്ല. അവർ അടുത്തൊരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 പ്രോസസ്സർ അവർ യൂസ് ചെയ്യാൻ പോണതിന് അവരത് കൺഗ്രാജുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കോൺഫർമേഷൻ ആയിട്ട് തന്നെ എടുക്കാം. ഇതൊരു വളരെ ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം നത്തിങ് ഫോൺ 1 എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോണിലുണ്ട് ആകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സർ. സ്നാപ്ഡ്രാഗണിൻ്റെ 778 പ്രോസസ്സർ അതിനകത്ത് യൂസ് ചെയ്തു. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആ ഒരു ഫോണിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡ്രോബാക്ക് കൂടി നികത്തിയിട്ടാണ് അവർ നെക്സ്റ്റ് ഫോൺ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പ്രൈസ് എത്രത്തോളം ഉണ്ടാവുമെന്ന് മാത്രമേ ഇനി കണ്ടറിയാനുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് നത്തിങ്ങിൻ്റെ ഇയർ 2 ഇറങ്ങാൻ പോണതിന് നമ്മുടെ March 22 ലോഞ്ചിങ് ആണ്. ഇതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷേ ആ ഒരു കോട്ടാണ് എനിക്ക് അവർ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ബെറ്റർ സൗണ്ട് ആൻഡ് ബെറ്റർ ക്ലാരിറ്റി. അപ്പോൾ അടുത്ത മോഡലിൽ കഴിഞ്ഞ മോഡൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു സൗണ്ടും നല്ല ബെറ്റർ ക്ലാരിറ്റി ഉള്ളൊരു ഹെഡ്സെറ്റ് ഞങ്ങൾക്ക് ഓഫർ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഐഫോണിനെ കുറിച്ചാണ് അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ. ഐഫോൺ എടുക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാർക്ക്, അതായത് iPhone 15 സീരീസ് എടുക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. 15 സീരീസിന് ഗ്ലാസ് പാനൽ ലീക്ഡ് ആയിട്ട് ആ ഒരു ലീക്ഡ് ആയിട്ടുള്ള ഗ്ലാസ് പാനൽ 15 ആയിക്കോട്ടെ, 15 Pro ആയിക്കോട്ടെ, 15 Pro Max ആയിക്കോട്ടെ, ഇതൊരു ഡൈനാമിക് ഐലൻഡ്. അതായത് നമ്മുടെ 14 Proയും 14 Pro Maxനും കിട്ടുന്ന ഡൈനാമിക് ഐലൻഡിൻ്റെ സെയിം കട്ടൗട്ടാണ് നിങ്ങൾക്ക് 15 സീരീസ്, അതായത് ബേസ് മോഡൽ 15 സീരീസോടെ നിങ്ങൾക്ക് കിട്ടാൻ പോകണം. പ്രോ മോഡൽസ്, അതായത് Pro ഉണ്ട്, Pro Max ഉണ്ട്, ആ 2 മോഡലും യൂസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5D സ്ലൈഡ് കർവ് ഡിസ്പ്ലേ ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യാൻ പോകണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫോൺ നമ്മുടെ ഇന്ത്യ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകണം. മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് മോട്ടോറോളയുടെ G73, അതായത് Mark 10 ഈ ഒരു ഫോണിൻ്റെ റിലീസ് ചെയ്യാൻ പോകണം. അതായത് വളരെ അടുത്ത് തന്നെ. ഇതിന് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡയമൻസിറ്റിയുടെ 930, അതായത് ഡയമൻസിറ്റിയുടെ 920 സ്ലൈറ്റ് അപ്ഡേറ്റ് 13 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 120 Hz IPS 6.5 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം വളരെ വെൽ റൗണ്ടഡ് സ്പെക്സ് ആണ്. ഒരു അറൗണ്ട് അണ്ടർ 20,000 റുപ്പീസ് ഫോൺ ആണെങ്കിൽ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പുതിയൊരു ടെക്നോളജി യൂസ് ചെയ്യേണ്ടതെന്നാണ് അവർ ക്ലെയിം ചെയ്യണത്. അൾട്രാ പിക്സൽ പുതിയൊരു ക്യാമറ ടെക്നോളജിയാണിത്. അതായത് 1.5 times ബിഗർ, അതായത് ലാർജർ പിക്സലാണ് ഈ ഒരു ഫോണിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴേക്കും. അതുകൂടാണ്ട് 4 times ബെറ്റർ ലൈറ്റിംഗ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ പ്രതീക്ഷിക്കാം. അതായത് നൈറ്റ് എൻവയൺമെൻറ്റിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴേക്കും കുറച്ചും കൂടി ബെറ്റർ ലൈറ്റിംഗ് ഈ ഒരു ഫോൺ ഞങ്ങൾക്ക് ഓഫർ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ ഗൈസ്. ബൈ ബൈ.